കഴിഞ്ഞ ദിവസം ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനം, ഈ സ്ഫോടനത്തിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നതാണ്. ഇതൊരു ഭീകരാക്രമണമാണ് എന്നാണ് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിച്ചിരുന്നത്. ഇപ്പോഴിതാ അമിത്ഷാ രാജ്യവ്യാപകമായിട്ടുള്ള അന്വേഷണം ഈ കാര്യത്തിൽ നടത്താനുള്ള ഒരു ഉത്തരവിട്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതായത് ചെങ്കോട്ട സ്ഫോടനത്തിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ പോലെയുള്ള സംഘടനകളുടെ എല്ലാ രീതിയിലുള്ള പങ്കും അന്വേഷിക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് നമുക്കറിയാം, ഇനി ഒരു ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വാർത്ത ന്യൂസ് ഇന്ത്യ മലയാളം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഈ ആളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇയാളുടെ ഭാഗത്തു നിന്നും വിവരം കിട്ടി. രണ്ടുപേരെ കൂടെ രഹസ്യമായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുകൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചെങ്കോട്ടയ്ക്ക് സമീപം 7 മണിയോടെയാണ് സ്ഫോടനം നടന്നത്. എല്ലാ സാധ്യതകളും അന്വേഷിക്കുകയാണ്. സംഭവം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് മാധ്യമങ്ങളോട് ആഭ്യന്തരമന്ത്രി സംസാരിച്ചത്. ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു ഹ്യുണ്ടായി i20 കാറിൽ ഒരു സ്ഫോടനമാണ് ഉണ്ടായത്. ചില വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കൂടാതെ തന്നെ വഴിയാത്രക്കാരും വലിയ രീതിയിൽ പരിക്കേറ്റു. അവർക്ക് വലിയ രീതിയിൽ പരിക്കേറ്റു. ഇതൊരു ചാവേർ ബോംബ് സ്ഫോടനമാണ് എന്നാണ് ആദ്യം വിലയിരുത്തലുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നത്. എന്നാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടുതലായി അന്വേഷിച്ചു വരികയാണ്. കാരണം ഈ കാറിനകത്ത് ആൾക്കാരുണ്ടായിരുന്നു. ഈ കാറിനകത്ത് ഐ ഡി ബോംബ് സ്ഫോടനമാണ്, ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള ബോംബ് സ്ഫോടനമാണ് എന്നുള്ള രീതിയിലൊക്കെ അന്വേഷണം പുരോഗമിക്കുകയാണ്. വളരെ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത രാജ്യമെമ്പാടും ഇപ്പോൾ പാലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പോരാത്തതിന് ബീഹാർ തെരഞ്ഞെടുപ്പ് പോലെയുള്ള തെരഞ്ഞെടുപ്പൊക്കെ ഇപ്പോൾ നടക്കുകയാണ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കേരളത്തിൽ സ്പെഷ്യൽ ജാഗ്രതയാണ് കേന്ദ്രം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ജനക്കൂട്ടം തടിച്ചുകൂടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ കർശനമായ ഒരു കണ്ണ് കൃത്യമായും വേണം എന്നാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അമിത്ഷാ സ്ഫോടനം നടന്ന് ഉടനെ തന്നെ, ആ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ സംസാരിച്ചു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. 10 മിനിറ്റിനുള്ളിൽ ഡൽഹി ക്രൈംബ്രാഞ്ചിൽ നിന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നുമുള്ള സംഘങ്ങൾ സ്ഥലത്തെത്തിയതായും കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ പുറത്തു വന്നതാണ്. NIA, ദേശീയ സുരക്ഷാ ഗാർഡ്, ഫോറൻസിക് സയൻസ് ലബോറട്ടറി എന്നിവയിൽ നിന്നുള്ള സംഘങ്ങളും എത്തി. ആ സമയത്ത് അന്വേഷണം ആ സമയം തന്നെ ആരംഭിച്ചു. ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൾച്ചയുമായും സ്പെഷ്യൽ സെല്ലിന്റെ ചുമതലക്കാരനുമായും താൻ സംസാരിച്ചതായും സംഭവത്തിന് ശേഷം ഇരുവരും സ്ഥലത്തെത്തിയതായും അമിത്ഷാ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ രാജ്യവ്യാപകമായ റെയ്ഡ് തുടങ്ങാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.